ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ നമ്മുടെ ആരാധനക്രമ വർഷത്തിൽ മംഗളവാർത്തക്കാലം 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഇസഹാക്കിന്, മലയാള ഭാഷയിൽ നമ്മൾ പറയുന്നത് പോലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇസഹാക്ക് അവരുടെ ഭൃത്യൻ പെണ്ണ് കാണാൻ പോയിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഈ അബ്രാഹത്തിൻ്റെ സാറായുടെയും ഒക്കെ ചാർച്ചക്കാരുടെ അടുത്തേക്കാണ്, ബന്ധുക്കളുടെ അടുത്തേക്കാണ്. അവിടെ പോയിട്ട് ഹാരാൻ ചെന്നിട്ട് ആരെയാണ് കണ്ടുമുട്ടുന്നത്? ഈ അമ്മ സാറായുടെ സഹോദരനുണ്ട് ലാബാൻ, അവൻ്റെ പിതാവുണ്ട് ബെത്തുവേൽ, അത് അബ്രാഹത്തിൻ്റെ സഹോദരൻ തന്നെയാണ്. അപ്പോഴങ്ങനെ ബെത്തുവേൽ ലാബാനും ഇസഹാക്കിന് വേണ്ടി പെണ്ണ് കാണാൻ ചെന്ന ഭൃത്യനോട് പറയുകയാണ്. ആ സംഭാഷണമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ ലാബാനും ബെത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഏതിനെക്കുറിച്ച്? ഈ ഇസഹാക്കിൻ്റെ ഭാര്യയാകാനായിട്ട് റെബേക്കായിക്ക് സമ്മതമാണെന്ന് ചോദിക്കുന്നതിൽ. ഇതാ റെബേക്ക നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, അവളെ കൊണ്ടുപോയിക്കൊള്ളുക. കർത്താവ് തിരുവള്ളമായതുപോലെ അവൾ നിൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയായിരിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു. നോക്കുക, തൻ്റെ ദൗത്യം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പൂർത്തിയായപ്പോൾ ആ ഭൃത്യൻ എന്താണ് ചെയ്യുന്നത്? അവൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഉടനെ തിരിച്ചു പോവുകയല്ല, അവൻ താണു വീണ് ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കുക, നമുക്കിതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാകുമ്പോൾ, അത്ഭുതകരമായിട്ട് ദൈവം നമ്മുടെ ദൗത്യങ്ങളെ വിജയിപ്പിക്കുമ്പോൾ നമുക്കൊരു വാക്ക് നന്ദി പറയാനായിട്ട് തോന്നുന്നുണ്ടോ? ദൈവമേ സ്തുതി എന്ന്. ഈ ഭൃത്യൻ ഒരു നാണവുമില്ല. അവൻ മറ്റുള്ളവരുടെ മുമ്പിലാണ്, റെബേക്കായുടെ അപ്പൻ്റെയും ഒക്കെ വീട്ടുകാരുടെയൊക്കെ മുമ്പിലാണ് ഈ താണു വീഴുന്നത്. അവൻ്റെ ഒറ്റ ചിന്തയേ ഉള്ളൂ, ദൈവം എന്നെ സഹായിച്ചു, എൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയാകാനായിട്ട് ഇതാ നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് തന്നിരിക്കുന്നു. അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റെബേക്കായ്ക്ക് കൊടുത്തു. അവരുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു. അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. പുലർച്ചെ എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്നെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു, കുറച്ചു നാൾ കൂടി 10 ദിവസമെങ്കിലും അവളിവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം. അവൻ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്. കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയിരിക്കൊണ്ട് യജമാനൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു വാചകമാണ് ഈ ഭൃത്യൻ പറയുന്നത്. എൻ്റെ വഴി കർത്താവ് ശുഭമാക്കിയിരിക്കൊണ്ട് യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക. നമ്മൾക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവം ആ വഴി ശുഭമാക്കിയെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൗത്യ നിർവഹണത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ്. അതല്ലാതെ അവിടെ അവർക്ക് എന്നാൽ പിന്നെ 10 ദിവസം താമസിക്കാം, നല്ല ഭക്ഷണപാനീയങ്ങളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ ആസ്വദിച്ച് ഇവിടെ കഴിയാമെന്നുള്ളതല്ല. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഭൃത്യൻ അതല്ല ചെയ്യുന്നത്. പ്രത്യുത അവൻ പെട്ടെന്ന് തന്നെ ആ ദൗത്യ നിർവഹണം പൂർത്തിയായി വിജയകരമായി എന്നറിയിക്കാൻ യജമാനൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. കർത്താവ് പലപ്പോഴും വിശ്വസ്തനായ ഭൃത്യൻ്റെ കടമ അല്ലെ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്താണ് വിശ്വസ്തനായ ഭൃത്യൻ ചെയ്യുന്നത് എന്ന് തൻ്റെ യജമാനൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നതെല്ലാം അതേപടി നിർവഹിക്കുന്ന ഭൃത്യൻ. ഇവിടെ അതാണ് സംഭവിച്ചത്. ഈ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ ഇപ്രകാരം തൻ്റെ വഴി ദൈവം ശുഭമാക്കിയിരിക്കുന്നു, എല്ലാം പൂർത്തിയായി, ഇനി ഞാൻ തിരികെ പോവുകയാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവർ റെബേക്കായി വിളിച്ച്, ഈ മനുഷ്യനോടോടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരി റെബേക്കായെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ഭൃത്യനോടും അവൻ്റെ ആൾക്കാരോടും കൂടി പറഞ്ഞയച്ചു. ഇനിയാണ് പ്രധാനപ്പെട്ടൊരു കാര്യം വരുന്നത്. പറഞ്ഞയക്കുമ്പോൾ അവരുടെ അനുഗ്രഹം എന്താണ്? അവർ കൊടുക്കുന്ന അനുഗ്രഹം അവരെ ആശീർവദിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായിരിക്കുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. റെബേക്കായും തോഴിമാരും ഒട്ടകപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ചുരുക്കത്തിൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അനുഗ്രഹിച്ച് അയക്കേണ്ടത് എന്ന് കൃത്യമായിട്ടിവിടെ പറഞ്ഞു തരികയാണ്. പറയുന്നത് എന്താണ്? അവളെ ആശീർവദിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ സഹോദരിയാണ്, നീ ആയിരങ്ങളുടെയും
10,000-ങ്ങളുടെയും അമ്മയായി തീരുക. എന്തായി പറഞ്ഞു വരുന്നത്? നമ്മളൊരു പക്ഷേ നമുക്ക് 2 മതി എന്നൊക്കെ പറയും. അതിന് പ്രത്യേക അർത്ഥമുണ്ട്. 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരട്ടെ. അബ്രാഹത്തിലൂടെയാണ് ദൈവം സകല ജനതകളെ അനുഗ്രഹിക്കാനിരിക്കുന്നത്. അബ്രാഹത്തിൻ്റെ മകനായ ഇസ്ഹാക്കിന് ഈ പറയുന്ന രീതിയിൽ മക്കളില്ലെങ്കിൽ അബ്രാഹത്തിലൂടെ എങ്ങനെ ജനതകൾ അനുഗ്രഹീതരാകും? പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, അങ്ങനെ അനുഗ്രഹീതമാകുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഈ ലോകം മുഴുവൻ നിറയണം. ദൈവത്തിൻ്റെ ഛായയിലുള്ള മനുഷ്യരായിട്ട് ഈ ലോകത്തിലുള്ള സകലരും മാറണം. അതിനു വേണ്ടിയിട്ടാണ്. നമ്മളിത് പലപ്പോഴും മറന്നു പോവുകയാണ്. സ്വാർത്ഥതയുടെ പേരിൽ നമ്മൾ അതിൻ്റെ എണ്ണം ചുരുക്കുന്നു. പക്ഷെ പറ്റുന്നത് എന്താണ്? അവസാനം പിന്നീട് നമ്മുടെ സമൂഹത്തെയെല്ലാം വേറെ ആരെങ്കിലും തിന്മ വന്ന് കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ അലമുറയിടും. അലമുറയിട്ടിട്ട് പ്രയോജനമില്ല. കാരണം എന്താണ്? നമ്മളോട് ദൈവം പറഞ്ഞത് ചെയ്തില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നതാണ്, നീ 1000-ങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായി തീരുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. ഇങ്ങനെ ഇതുപോലെ സന്തതികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ വെറുക്കുന്നവരുടെ കൈകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മളെയും വെറുക്കുന്നവരുടെ കൈകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളുണ്ടായേ മതിയാകൂ. പ്രിയമുള്ളവരെ, ഇത് ഈ മംഗളവാർത്താ കാലത്ത് കർത്താവ് തരുന്ന വലിയൊരു സന്ദേശമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമാണ്. രണ്ടാമത്തെ വായന എഫെസസ് ലേഖനം 5-ാം അധ്യായം 5 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും, അതായത് വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും മിശിഹായുടെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആരും അർദ്ധശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ പ്രകാശമായിരിക്കുന്നു. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ മക്കളെ പോലെ പ്രവർത്തിക്കുവിൻ. പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയുവിൻ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവിൻ. പൗലോസ് പറയുന്നത് എന്താണ്? ഈ എഫേസൂസിലുള്ള ആളുകൾ തെറ്റായ ചില ക്രൈസ്തവമായ വിശ്വാസം നിരക്കാത്ത ചില കാര്യങ്ങളിൽ അവരേർപ്പെടുമ്പോൾ പൗലോസ് പറയുന്നതാണ്, എന്തൊക്കെയാണ് തെറ്റായ പ്രവണതകൾ? ഒന്ന്, വ്യഭിചാരികൾ, സ്വന്തം ഭാര്യയുണ്ടായിട്ടും മറ്റുള്ള സ്ത്രീകളുടെ പിന്നാലെ പോകുന്നവൻ, അശുദ്ധനെന്ന് പറയുമ്പോൾ കേവലം ഒരു ലൈംഗികമായ അശുദ്ധിയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. തിന്മയായിട്ടുള്ള കാര്യങ്ങൾ വിചാരിക്കുന്നവൻ, പ്രതികരിക്കുന്നവൻ, അങ്ങനെ ചെയ്യുന്നവൻ, പറയുന്ന ഇതെല്ലാം ഈ പറയുന്ന അശുദ്ധൻ തന്നെയാണ്. അങ്ങനെ വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും. അത്യാഗ്രഹം എന്തിനെക്കുറിച്ചാണ്? പണത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് ഇതെല്ലാമാണ് അത്യാഗ്രഹി എന്ന് പറയുന്നത്. അവിടെ വിഗ്രഹാരാധകൻ, അവൻ വിഗ്രഹാരാധകനാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം വഴക്ക് പറയുന്നൊരു കാര്യമാണ് വിഗ്രഹാരാധന. അവിടെ പറയും ഈ വിഗ്രഹാരാധന എന്ന് പറയുന്നത് പണത്തോടുള്ള ആർത്തിയാണ്, സമ്പത്തോടുള്ള ആർത്തി വിഗ്രഹാരാധന തന്നെയാണ്. ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നതല്ല, ഈ പണത്തെ ഒരു വിഗ്രഹമാക്കുന്നത്. കൊളോസ്യർ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് പറയും, ഈ ദ്രവ്യാഗ്രഹം തന്നെയായ വിഗ്രഹാരാധനയിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുവിനെന്ന്. അതുകൊണ്ട് വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും, അതായത് വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും മിശിഹായുടെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. കാരണം അവൻ്റെ രാജ്യം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നവരുടെ രാജ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെയാണ് സ്വർഗമെന്ന് ആരും നിങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കാതിരിക്കട്ടെ. ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കോപം നിബദിക്കുന്നു. അതിനാൽ അവരുമായി സമ്പർക്കമരുത്. നിങ്ങളൊക്കെ ഒരിക്കൽ അന്ധകാരമായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. കർത്താവിൻ്റെ സുവിശേഷം അവരിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങളിലുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പിന്നാലെ പോകാതെ ഞാനീ പറയുന്ന സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകണമെന്നാണ് പറയുന്നത്. ഇവിടെ ഈ പ്രകാശം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്നതാണ്. ഒരിക്കൽ പ്രകാശം അനുഭവിച്ചവർ, അതായത് ഈ ജ്ഞാനസ്നാനത്തെ പ്രകാശമായിട്ടാണെന്ന് കാണുന്നത്. ക്രിസ്തുവാകുന്ന പ്രകാശം നമുക്ക് ലഭിച്ചതിൻ്റെ ഓർമ്മയാണിത്. അപ്പോഴങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ പ്രകാശത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ വായന. അവിടെ ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ചാണ്. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കെ, പിന്നെ നമുക്കറിയാം കഥയൊക്കെ,
ജോസഫിന് മാലാഖ പ്രത്യക്ഷപ്പെടുന്നതും അതുപോലെ തന്നെ ജോസഫ് ഇങ്ങനെ മറിയത്തെ ഉപേക്ഷിക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതൊന്നും വേണ്ട, മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്, അതുകൊണ്ട് നീ എഴുന്നേറ്റ് അവളെ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ആ കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കുക, അവന് നീ ഈശോ എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ദൂതൻ പറയുമ്പോൾ അവസാനം ജോസഫ് എന്ത് പറയുന്നു? ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ഇടപെടൽ. അബ്രാഹത്തിൻ്റെ മുമ്പിൽ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് സാറായ്ക്ക് പുത്രനുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജോസഫിനോട് ദൈവദൂതൻ പറയുകയാണ്, മറിയം ഗർഭം ധരിച്ച് നീ വിചാരിക്കുന്നത് പോലെ ആരെങ്കിലും വേറെ ആരുടെയെങ്കിലും പുറകെ അവൾ പോയിട്ടല്ല, പ്രത്യേക അവൾ ദൈവത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് മുഖാന്തരമാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ യാതൊന്നും ശങ്കിക്കേണ്ട കാര്യമില്ല. ജോസഫിന് ഒരുപാട് ശങ്കിക്കാൻ കാരണങ്ങളുണ്ട്. മാനുഷികമായി ചിന്തിച്ചാൽ ജോസഫിന് ശങ്കിക്കാനും പേടിക്കാനും ഒക്കെ ധാരാളം കാര്യങ്ങളുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇപ്രകാരം ഒരാൾ തൻ്റെ ഭാര്യയായെന്ന് കേട്ടാൽ അവൾ മാത്രമല്ല, താനും വധിക്കപ്പെടും, താനും കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടും, ഒരുപക്ഷെ അവളെ വേറുള്ളവർക്ക് വിറ്റ് കാശാക്കിയെന്ന് അതും പറഞ്ഞെന്ന് വരാം. ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ജോസഫിന് വേവലാതിപ്പെടാൻ കാരണമുണ്ട് എന്ന് പറഞ്ഞത്. എങ്കിലും ജോസഫ് അവളെ സ്വീകരിച്ചു. അതേക്കുറിച്ച് പിന്നീട് നമ്മൾ വായിച്ചില്ല. പിന്നെ വരുന്ന ഭാഗത്ത് പറയും, കാരണം അവൻ നീതിമാനായിരുന്നു. അതുകൊണ്ടാണ് അവരിതെല്ലാം സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞത്. നമുക്കാണ് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി, വിശുദ്ധി എന്നൊക്കെ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൻ്റെ പ്രകൃതിയാണ്. നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോഴിവിടെ ജോസഫ് ചെയ്യുന്ന അത് തന്നെയാണ്. ഈ വിശുദ്ധിയിലും നീതിയിലും വ്യാപരിച്ചുകൊണ്ട് ജോസഫ് അവളെ സ്വീകരിക്കുകയാണ്. ജോസഫ് നീതിമാനായിരുന്നു, ദൈവത്തെ പോലെ ചിന്തിച്ചവനായിരുന്നു, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ജീവിച്ചവനായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തെ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞത്. അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്രകാരം ഈ ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്. അവിടെ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടണം. ദൈവത്തിൻ്റെ അരൂപി എന്നോട് ചിലതൊക്കെ പറയുന്നുണ്ട്. ആ അരൂപിയുടെ മന്ത്രണങ്ങൾക്കായിട്ട് നമ്മൾ കാതോർക്കണം. ഈ ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് ഈശോ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണ് വരുന്നത്? നമ്മളിങ്ങനെയൊക്കെ ആ ദൈവത്തിൻ്റെ മന്ത്രണങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ വഴികളിലൂടെ, അവിടുത്തെ വചനമനുസരിച്ച്, അവിടുത്തെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നീങ്ങുമ്പോഴാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.